നമസ്കാരം, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ചോളം ചുട്ടെടുത്താലോ? അപ്പം നമ്മുടെ അടുപ്പിൽ തന്നെ നമുക്ക് ചോളം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 ചോളമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയതാണ് കേട്ടോ. നമുക്ക് ഇതിങ്ങനെ ചോളം ഞാനിങ്ങനെ അധികം ഞാനിങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ ഇവിടെ ഇവിടെ നാട്ടിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് കൃഷി ചെയ്യുന്നതും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കിട്ടുന്ന ഫ്രോസൺ അല്ലേ, അല്ലാതെ ഇതുപോലെ മുഴുവനായിട്ടുള്ളത് അങ്ങനെ കിട്ടാറില്ല കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ ഇപ്പം ചില സമയങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ. നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇത് ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ആ പ്ലാസ്റ്റിക്കൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട്, ഇങ്ങനെ പ്ലാസ്റ്റിക്കിലൊക്കെ പൊതിഞ്ഞാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഇതൊന്ന് പൊളിച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഇതൊക്കെ കളഞ്ഞിട്ട് 2 എണ്ണം ഞാനൊന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചുട്ടെടുത്തിട്ട് ഇത് കഴിക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ നടന്ന് കഴിക്കണം, അപ്പോഴാണ് കൂടുതൽ രസം. അപ്പോൾ ഇപ്പം പിന്നെ നമുക്ക് പുറത്ത് നടക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഇവിടെ തന്നെ നടക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മുടെ നാടാകുമ്പോഴത്തേക്ക്. അപ്പോൾ അത് 2 ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഇതിലേക്ക് എടുക്കുന്ന കുറച്ച് പിങ്ക് സോൾട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉപ്പായാലും മതി. ഇതിപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. ഇത് ചേർക്കുമ്പോഴത്തേക്കും കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. നമ്മുടെ സാധാരണ ഉപ്പിനെക്കാട്ടിലും ഇത് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ സലാഡിലൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് കൂടുതൽ തന്നെയാണ്. എന്നിട്ട് ഇനി ഒരു നാരങ്ങ മുറിച്ചിട്ട് അതെടുത്ത് നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉപ്പും പുളിയും നല്ലതുപോലെ ഇതിലേക്ക് അങ്ങ് പിടിച്ചോളും കേട്ടോ. അപ്പം ഞാനിത് ഈ 2 ചോളത്തിലേക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഇങ്ങനെ ഇതുപോലെ ചോളം ചുട്ട് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ. ഞാനിതിവിടെ നമ്മുടെ നാട്ടിൽ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം അതേതുപോലെ തേച്ചിട്ട് ഉപ്പൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മുടെ അടുപ്പിൽ ഇതുപോലെ ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ തീ ഇങ്ങനെ കത്തിക്കുമ്പോഴത്തേക്ക് കുറച്ച് പുകയൊക്കെ ഇതിൽ പിടിക്കും കേട്ടോ. അപ്പോൾ വേറെ പിന്നെ നമ്മൾ കനലിൽ മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇത് വെന്ത് വരത്തില്ല. ഇത് അല്ല പിന്നെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതാകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ആ പിടിക്കുന്ന പുകയൊക്കെ ഉണ്ട്, നമുക്ക് തുടച്ച് കളഞ്ഞാൽ മതി. അപ്പം ഞാൻ കുറച്ച് തീ കത്തിച്ചിട്ട് കനലിൽ മാത്രം അത്ര ശരിയാകത്തില്ല. ഇത് വെന്ത് വരാൻ എനിക്ക് തോന്നുന്നില്ല വേഗമൊന്നും. അപ്പോൾ നമുക്ക് തീ കത്തിക്കുന്നൊരു കുഴപ്പമില്ല. തീയല്ലേ, അല്ല ഗ്യാസിൻ്റെ ഫ്ലെയിമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് പിടിക്കുന്ന പുകയോ കരിയൊക്കെ നമുക്ക് തുടച്ച് കളഞ്ഞാലും മതിയല്ലോ. ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഗ്യാസിൽ ചെയ്യുന്നതിനെക്കാട്ടിലും. അപ്പം ഞാനിതുപോലെ ഇത് വെച്ച് കൊടുത്ത് നന്നായിട്ട് തിരിച്ചും മറിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് പോരുന്നുണ്ടെങ്കിൽ കുറച്ച് ഇത് നമ്മളിപ്പോൾ തേച്ചതുപോലെ തന്നെ ഉപ്പിൽ മുക്കിയിട്ട് ആ നാരങ്ങ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പും പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ, കുറവാകാൻ ചാൻസ് ഇല്ല, ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റോളം എടുത്തു കേട്ടോ ഞാനിത് വേവിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് വെന്ത് വരണം. ഞാൻ പറഞ്ഞില്ല കുറച്ച് വലുതും കൂടെയാണിത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റോളം എടുത്തിട്ട് നന്നായിട്ട് ഞാനത് ചുട്ടെടുത്തു കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ തീയാനങ്ങ് ഇത് അണഞ്ഞു കഴിയുമ്പോൾ പിന്നെ കത്തിച്ചില്ല കേട്ടോ. ഈ ചൂടിൽ തന്നെ നിന്ന് ശരിക്കും പറഞ്ഞ് കനലിൽ ഇങ്ങനെ വേകുന്നതാണ് രസം കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഇത് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്ക് കട്ടൻ ചായയുടെ കൂടെയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.